ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അതുൽ രാഘവ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് യൂണിറ്റ് 1 ഇന്ത്യൻ പോളിറ്റി, സൊസൈറ്റി ആൻഡ് എക്കോണമി എന്ന് പറഞ്ഞ ഭാഗത്തിലെ മിഡ് 18th സെഞ്ചുറി ഭാഗത്തിലെ രണ്ടാമത്തെ ഭാഗമാണ്. അതായത് ഒരു പാഠത്തെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ രണ്ടാമത്തെ ഭാഗത്തിലാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യ ഭാഗത്തിൽ മുഗൾ എംപയറിന്റെ ഡിക്ലൈൻ എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ അവിടുന്ന് മുഗൾ എംപയറിന് ഡിസിന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള റീജിയണൽ സ്റ്റേറ്റുകൾ ഏതൊക്കെയായിരുന്നു എന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ന്യൂ സ്റ്റേറ്റ്സും ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സും അതേപോലെ എങ്ങനെയാണ് ഒരു യൂറോപ്യൻ പവേഴ്സ് ഇവിടെ, അതായത് പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ട്രേഡേഴ്സ് എന്നൊരു റൂളിംഗ് ഇതായിട്ട് വരുന്നത്, പിന്നെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവരെല്ലാം മുഗൾ ഭരണത്തോടു കൂടിയുള്ള ഒരു റിബൽ സ്റ്റേറ്റുകളായിട്ട് ഫോം ചെയ്തിട്ടുള്ള സ്റ്റേറ്റുകളാണ്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് മറാത്തകളും, സിഖുകളും, ജാട്ടുകളും, അഫ്ഗാനുകളുമാണ്. ഇവരെല്ലാം ആദ്യം ഇൻഡിവിജ്വൽ റിബല്യനുകളിൽ നിന്ന് തുടങ്ങി പിന്നീട് ഒരു പെസൻ ഇൻസർജൻസി അല്ലെങ്കിൽ സെമീന്ദാർമാരുമായിട്ടുള്ള ചെറിയ റിബല്യൻസ്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് മുഗൾസുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി പിന്നീട് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന പുതിയ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ ഇതിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ലോവർ സോഷ്യൽ ഓർഡറിൽപ്പെട്ട ആളുകളും ആയിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൽ പറയുന്നത് നേരത്തെ പഠിച്ചതുപോലെ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഈ റീജിയണൽ സ്റ്റേറ്റുകളുടെ എമർജൻസ് ഓഫ് ആളുമുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കുന്ന ഒന്നാണ് മറാത്തകൾ ഒരു പ്രധാനപ്പെട്ട ശക്തിയായിട്ട് മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇതിൽ വിശദമായിട്ട് പഠിക്കുന്നത്. മറാത്താസ് ഒരു റീജിയണൽ പവറിൽ നിന്നും ഒരു എക്സ്പാൻഷനിസ്റ്റ് എംപയർ ആയിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണിത്. മുഗൾ എംപയറിന്റെ ഒരു തകർച്ച, അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ടും മറാത്തകൾക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു കയറാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നത്. അതേസമയം തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു കാര്യം മുഗൾ എംപയറിന്റെ തകർച്ചയും മറ്റേത് ബ്രിട്ടീഷ് എംപയറിന്റെ ഒരു റൈസും ആണ്. അതിന്റെ മൂന്നാമത്തെ ഭാഗം നടുക്കായിട്ട് നമ്മൾ പഠിക്കുന്നത് റീജിയണൽ കിങ്ഡംസ് എങ്ങനെയായിരുന്നു, അവരുടെ പൊളിറ്റിക്സ് എങ്ങനെയായിരുന്നു എന്നാണ്. അപ്പൊ മറാത്തകൾക്ക് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം, അതായത് മുഗൾസിന്റെ ഡിക്ലൈൻ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം വളരെയധികം ഉപയോഗമായിരുന്നു. ദെൻ മറാത്തകളുടെ സ്റ്റേറ്റ് സിസ്റ്റം, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മറാത്തകളുടെ സ്റ്റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഷ്വകളായിരുന്നു മറാത്തകളുടെ സ്റ്റേറ്റ് സിസ്റ്റത്തിനെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പെഷ്വകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അതെ, ചീഫ് മിനിസ്റ്റേഴ്സ് ആണ്. അപ്പം ഇങ്ങനെ ഒരു ചീഫ് മിനിസ്റ്റേഴ്സിന്റെ കൺട്രോൾ കൂടി വരുന്നത്, അല്ലെങ്കിൽ പെഷ്വ ഭരണം സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ ആ സിസ്റ്റം വരുന്നത് ബാലാജി വിശ്വനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെഷ്വയുടെ ഭരണത്തിന് ശേഷമാണ്. ഈ ബാലാജി വിശ്വനാഥ് എന്ന് പറയുന്നത് ശിവജിയുടെ മകന്റെ മകനായിട്ടുള്ള ഷാഹുവിന്റെ ലോയൽ ഒഫീഷ്യലായിരുന്നു ബാലാജി വിശ്വനാഥ്. പിന്നീടാണ് അദ്ദേഹം പെഷ്വയാവുന്നതും. അങ്ങനെ വിശ്വനാഥിന്റെ പെഷ്വ ഭരണത്തിന് കീഴിലാണ് ഈ മറാത്ത എംപയറിന്റെ കേന്ദ്ര ഭരണമായിട്ട് പെഷ്വകള് മാറുന്നത്. ഈ പെഷ്വകളുടെ ഭരണത്തിന് ഗുണങ്ങളും അതേപോലെ തന്നെ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ബാലാജി വിശ്വനാഥിന്റെ ശേഷം വരുന്ന ശക്തനായ ഒരു പെഷ്വയാണ് ബാജി റാവു എന്ന് പറയുന്നത്. ബാജി റാവു 1740 കൂടിയിട്ട് ഈ മറാത്ത എംപയറിന്റെ ഒരു കേന്ദ്ര ഭരണ സ്ഥലമായിട്ട് മൂപ്പർ മാറാണ്. ആ സമയത്ത് അദ്ദേഹം വളരെയധികം എക്സ്പാൻഷനിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ മാൽവ, ഗുജറാത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ മിലിറ്ററി ക്യാമ്പയിൻസ് ലീഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബാജി റാവു ഡെക്കാനിൽ വെച്ചിട്ട് നിസാമുൽ മുൽക്കുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റില് ഏർപ്പെടുന്നുമുണ്ട്. ഈ മറാത്ത എംപയറിന് അല്ലെങ്കിൽ ഈ പെഷ്വ ഭരണത്തിന്റെ വേറൊരു പോരായ്മ എന്ന് പറയുന്നത്, അതിന്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത്, അത് ഈ പെഷ്വകളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലെജിറ്റിമസി എന്ന് പറയുന്നത് വളരെ പേരിനുള്ളത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരാൾക്ക് ലെജിറ്റിമസി ക്ലെയിം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഭരണകർത്താവിന് ഒരു ലെജിറ്റിമസി ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിന് കുറെ ക്വാളിറ്റികൾ ഉണ്ടാവേണ്ടത്. ഏതെങ്കിലും പുരോഹിത വർഗമോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഇവർ ഞങ്ങളെ ഭരിക്കാനുള്ള ആളാണെന്നുള്ളൊരു തോന്നലുണ്ടാവണം. അപ്പം ഇതൊരു പെഷ്വ ഭരണമായതുകൊണ്ട്, നമുക്കറിയാലോ മന്ത്രികളുടെ ഭരണമായതുകൊണ്ട് അന്ന് ഇവര് ആ ഒരു രീതിയിൽ കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മറാത്തയിലെ മിലിറ്ററി ചീഫ്സ് അവർക്ക് തോന്നിയ പോലെ അവരില്ലെങ്കിൽ അവര് സ്വതന്ത്രമായിട്ട് സ്ഥലങ്ങള്
കോൺകർ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പെഷോകളുടെ ഒരു റെഗുലേഷൻ അതിൽ വളരെ കുറവായിരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാവും, ഇപ്പൊ എന്നിട്ട് എന്താ ഈ ചീഫുകള് ഒറ്റയ്ക്കൊരു ഭരണകൂടം നേടിയില്ല, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ ഇവര് ഈ പെഷ്വേന്റെ കീഴിൽ നിന്നത് എന്നുള്ളത്. അതിന്റെ ഉത്തരമായിട്ട് പറയുന്നത് ചൗത്ത്, സർദേശ് മുഖി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാക്സുകളുണ്ട്. ഈ ടാക്സ് ബെനിഫിഷ്യറ്റുകളുണ്ട് ഇവർക്ക്. അതായത് ഈ ചീഫുകൾക്ക് കിട്ടുന്ന ചില ഫിനാൻഷ്യൽ ലാഭങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ പ്രധാനമായിട്ടും ഈ പെഷ്വയുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതിൽ പ്രധാനപ്പെട്ട ബാജിറാവുവിന്റെ ഭരണകാലഘട്ടത്തിൽ വരുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് നിസാമുൽ മുൽക്ക്, ഡെക്കാനിൽ നിസാമുൽ മുൽക്കുമായിട്ടുണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ വേറെ പല ആളുകളായിട്ടും യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊരു വലിയ തിരിച്ചടി കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ശക്തമായ ഒരു പോരാട്ടം സംഭവിക്കുന്നതൊക്കെ നിസാമുൽ മുൽക്കുമായിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ്. അലിയൻസ് വിത്ത് നിസാം കുഡ് ഹാവ് ബീൻ അഡ്വാൻറ്റേജസ്, ബട്ട് ഇൻസ്റ്റെഡ് ദേ അലൈഡ് വിത്ത് മുഗൾസ്, ബ്രിട്ടീഷ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. അപ്പം ഇവർക്ക് ഏറ്റവും നല്ലത് നിസാമുമായിട്ട് നിസാമുൽ മുൽക്കുമായിട്ട് ഒരു ഇത് ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷെ അതിന് പകരം അവർക്ക് ആ ഒരു സംഭവം ഉണ്ടായില്ല. അതിന് പകരം അവർ ഉണ്ടാക്കിയത് മുഗൾസായിട്ടും ബ്രിട്ടീഷുകാരായിട്ടൊക്കെയാണ്. ദെൻ ബാജി റാവുവിന്റെ ഫോഴ്സുകൾ 2 തവണ നിസാമിനെ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവസാനം തോൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ബ്രിട്ടീഷ് ഇൻവോൾവ്മെന്റ് കോംപ്ലിക്കേറ്റഡ് ദ സ്ട്രഗിൾ, ക്രിയേറ്റിംഗ് ട്രയാങ്കിൾ. അതായത് ഈ നിസാമിന്റെയും അതേപോലെ മറാത്ത എംപയറിന്റെയും തമ്മിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റിലേക്ക് ആര് കയറി വരികയാണ്? ലാസ്റ്റ് ബ്രിട്ടീഷുകാർ കയറി വരികയും ലാസ്റ്റ് ഇതൊരു ട്രയാങ്കുലർ ഫൈറ്റ് ആവുകയും ഇതിന്റെ മുഴുവൻ ലാഭം ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ ഈ ഒരു ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ ഇതില് ബാജി റാവു അഥവാ അദ്ദേഹത്തിന് മറ്റൊരു പേരായിട്ടുള്ള നാനാ സാഹിബ്, അങ്ങനെയാണ് നമ്മൾ എല്ലാവരും അറിയുന്നത് അദ്ദേഹത്തിനെ. അപ്പൊ ഇദ്ദേഹം 1740 മുതൽ 1761 വരെയാണ് പെഷ്വയായിട്ട് 21 വർഷക്കാലമാണ് അദ്ദേഹം അവിടെ നിന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിലാണ് മറാത്ത പവർ അതിന്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ ഭരണ സമയത്താണ് മുഗൾ എംപയറിന്റെ സ്ഥലങ്ങളിൽ പോലും നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ മറാത്ത ഒരു എക്സ്പാൻഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു മറാത്ത റീജിയണൽ പവറിൽ നിന്നും എക്സ്പാൻഷനിസ്റ്റ് പവറായിട്ട് മാറുന്ന ഒരു പ്രധാന കാലഘട്ടമായിരുന്നു ഇത്. ഇതിൽ പറയുന്ന ഇതില് ഒരുവിധം എല്ലാ ഭാഗങ്ങളിലേക്ക് നോർത്ത്, അതേപോലെ നമ്മൾ പറഞ്ഞ മാൽവ, ഗുജറാത്ത് ആ ഭാഗങ്ങളിലേക്ക് പോയി, അതേപോലെ താഴത്തേക്ക് സൗത്തിലേക്ക്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. ഇതിൽ അവർ പറഞ്ഞു സൗത്ത് വാസ് ഈസിയർ ടു സബ്ഡ്യൂ. ഓൾറെഡി ഡെക്കാൻ പ്ലാറ്റിന്റെ അഡ്വാൻറ്റേജ് ആർക്കുണ്ട്? മറാത്തകൾക്കുണ്ട്. അതിന്റെ കൂടെ ഇവർക്ക് ഒരു ഇങ്ങനത്തെ ഒരു ഭരണ സംവിധാനം കൂടി വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് വന്ന ഒരു സമയം ആയതുകൊണ്ട് കൂടി തന്നെ കുറച്ച് എളുപ്പത്തിൽ സൗത്ത് അവർ നല്ല രീതിയിൽ കീഴടക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഹൈദരാബാദും അങ്ങനത്തെ ഇതൊക്കെ അവർ കീഴടക്കിയിട്ടുണ്ടായിരുന്നു. മൈസൂർ ആൻഡ് അതർ സ്റ്റേറ്റ് അന്നത്തെ മൈസൂർ രാജാവും ഇവർക്ക് ട്രൈബ്യൂട്ട് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒറീസ 1753 ഒറീസ കിട്ടി. ദെൻ ഒറീസ അന്ന് ബംഗാൾ ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, നമുക്കറിയാം. ദെൻ സെൻട്രൽ ഇന്ത്യൻ റീജിയൻസിലേക്ക് മാൽവ, ഗുജറാത്ത് ആൻഡ് ബുന്ദേൽഖണ്ഡ് ഇതൊക്കെ മറാത്ത എംപയറിലേക്ക് വരുന്ന ഒരു സാധ്യത. അപ്പൊ നമ്മൾ ഇതിന്റെ എക്സ്പാൻഷൻ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കണം. ഏകദേശം മുഗൾ എംപയറിന്റെ കയ്യിലിരുന്ന അവരുടെ 2/3 ഭാഗവും മറാത്തകൾ കീഴടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മറാത്ത എംപയറിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടത്തിലെ അവരുടെ ശക്തിയുടെ ഒരു പീക്ക് ഫോമാണ് നാനാ സാഹിബിന്റെ കീഴിൽ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ഇവർ കീഴടക്കിയത്, ഇവരുടെ അത്രയും സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചത്. അങ്ങനെ ഒരു വലിയ എംപയർ ആയിട്ട് ശക്തമായിട്ടുള്ള എംപയർ ആയിട്ട് ഇവർ മാറിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഈ സമയത്ത് ഒരു ട്രയാങ്കുലർ കോൺഫ്ലിക്റ്റും വരുന്നുണ്ട്. അതായത് മുഗൾസും മറാത്താസും അഫ്ഗാൻസും തമ്മിൽ ഒരു സ്ട്രഗിൾ വരുന്നുണ്ട്. അതില് ഈ മറാത്തകളാണ് ആദ്യം ഇവരെ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും മറാത്തകൾ ക്ലെയിം ചെയ്യുന്നു. ആ സമയത്ത് ഡൽഹി മറാത്തയുടെ കൺട്രോളിന്റെ കീഴിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അബ്ദാലി നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബ്ദാലി ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ആ കോൺഫ്ലിക്റ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നത് മുഗൾസ് അല്ല, മറാത്തകളാണെന്ന് ഞാൻ പറഞ്ഞു. കാര്യം അത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സൂചിപ്പിച്ച എന്തിനാണ്? ഡൽഹി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മറാത്തകളുടെ കീഴിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നോർത്ത് വെസ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന അഫ്ഗാൻ ഇതായിട്ടുള്ള അബ്ദാലിനെ ആരാണ് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത്, റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? മറാത്തകളാണ്. പക്ഷെ ആ ഒരു ഫൈറ്റിൽ മറാത്തകൾക്ക് ഒരു പുഷ് ബാക്ക് ആണ് ഉണ്ടാവുന്നത്. അവർക്ക് തിരിച്ചടിയാണ് കിട്ടുന്നത്. അവിടുന്ന് ആ റെസിസ്റ്റൻസ് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ആ ഒരു യുദ്ധത്തിൽ അവർ തമ്മിലുണ്ടായ ഒരു യുദ്ധത്തിനെയാണ് നമ്മൾ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത്. ഇത് നടന്നത് ജനുവരി 14, 1761
1752 ആ ഒരു കാലഘട്ടത്തിലാണ് നോർത്ത് ഇന്ത്യയിലെ ഭാഗങ്ങള് അതുപോലെ ഡൽഹിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ മറാത്തകൾ കീഴടക്കുന്നത്. മറാത്താസ് ലുക്ക്ഡ് ടു പഞ്ചാബ് റൂൾഡ് ബൈ എ ട്രൈബ്യൂട്ടറി ഓഫ് അബ്ദാലി. അബ്ദാലിയുടെ കീഴിലുള്ള ട്രൈബ്യൂട്ടറി ഭരിക്കുന്ന ഒരു പഞ്ചാബ് എന്ന് പറഞ്ഞ പ്രവിശ്യ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പഞ്ചാബിലേക്ക് മറാത്തകൾ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം പഞ്ചാബിന്റെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ അവിടുത്തെ ഒരു അഗ്രികൾച്ചറൽ മെച്ചമാണ്. അവർക്കും ഈസി ആയിട്ട് അവിടെ കൃഷി കാര്യങ്ങളിലുള്ള ആക്സസ് കിട്ടുകയും ചെയ്യും. അതേപോലെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് പോയിന്റുമാണ് പഞ്ചാബ്. അപ്പൊ അതുകൊണ്ടാണ് പ്ലെയിൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് അവര് അവിടേക്ക് പോയത്. അപ്പൊ ആ സമയത്ത് അബ്ദാലിയുടെ ഒരു ട്രൈബ്യൂട്ടറി ആയിരുന്നു പഞ്ചാബ് ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊരു കോൺഫ്ലിക്റ്റിനുള്ള തിരിതെളിയാണ്. അബ്ദാലിയുടെ ട്രൈബ്യൂട്ടറി ഭരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മറാത്തകൾ പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അബ്ദാലിയിൽ ഇടപെടും. അബ്ദാലി റിട്ടേൺ ടു ചാലഞ്ച് ദ മറാത്താസ് ആഫ്റ്റർ ഇനീഷ്യലി റിട്രീറ്റിംഗ് ഫ്രം ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് റിട്രീറ്റ് ആയതായിരുന്നു, പക്ഷെ അദ്ദേഹം മറാത്തകളെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്നു. ദ കോൺഫ്ലിക്ട് ഇൻവോൾവ്ഡ് വേരിയസ് നോർത്ത് ഇന്ത്യൻ പവേഴ്സ് മെനി ഓഫ് ഹും വർ ആലിനേറ്റഡ് ബൈ മറാത്താസ് കോൺഗ്രസ്. അപ്പോൾ ഇതില് പല നോർത്ത് ഇന്ത്യൻ പവേഴ്സും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതില് മറാത്തകളുടെ കോൺഗ്രസ്റ്റുകളിൽ അവിടെ നിന്ന് ഓടിപ്പോയ ആളുകൾ ഉണ്ടാവല്ലോ അവരുടെ സ്ഥലങ്ങളിൽ, ആ ആളുകളൊക്കെ ഇതിൽ ആരുടെ കൂടെ നിൽക്കുന്നുണ്ട്? അബ്ദാലിയുടെ കൂടെ നിൽക്കുന്നുണ്ട്. ദെൻ മറാത്താസ് ഫേസ്ഡ് ഓപ്പോസിഷൻ ഫ്രം മുഗൾ നോബിൾസ്, ജാട്സ് ആൻഡ് രജപുത് ചീഫ്സ്, സിഖ്സ് ആൻഡ് അതേഴ്സ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എലിയനേറ്റ് ചെയ്ത ആളുകൾ. അവരോടൊപ്പം മുഗൾസ്, അതേ ജാട്ടുകള്, രജപുതുകള്, സിഖ്സ്, അങ്ങനെയുള്ള എല്ലാവരും മറാത്തകൾക്ക് ഒരു ഓപ്പോസിഷൻ ആയിട്ട് വരികയാണ്. ദെൻ റോഹിലാഖണ്ഡ് ചീഫ് ആൻഡ് അവധ് നവാബ് അലൈഡ് വിത്ത് അബ്ദാലി അഗെയിൻസ്റ്റ് ദ മറാത്താസ്. റോഹിലാഖണ്ഡിലെ ചീഫും അതേപോലെ അവധിലെ നവാബും അബ്ദാലിയോടൊപ്പം മറാത്തകളെ എതിർക്കുകയാണ്. അങ്ങനെ മറാത്തകൾ അബ്ദാലിനെ ഒറ്റയ്ക്കാണ് നേരിടുന്നത് പാനിപ്പത്തില്. അവിടെ അഫ്ഗാനികളുമായിട്ട് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ആർമി ആയിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ 28,000-ഓളം മറാത്തകൾ മരിക്കുന്നു. അതില് പെഷ്വായുടെ മകനായിട്ടുള്ള വിശ്വാസ റാവു എന്ന് പറഞ്ഞിട്ടുള്ള ആളും അതിൽ പെടുന്നു. അങ്ങനെ പെഷ്വ ബാലാജി ബാജി റാവു ഈ ഒരു മരണത്തിന്റെയും അതേപോലെ അദ്ദേഹത്തിന്റെ ഈ തോൽവിയുടെയൊക്കെ ഒരു ദുഃഖവാർത്ത അറിഞ്ഞിട്ട് അതിനുശേഷം അദ്ദേഹം മെല്ലെ മരിക്കുകയാണ് സംഭവിക്കുന്നത്. ഇതാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1761 നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ്. നേരത്തെ പറഞ്ഞ പോലെ അബ്ദാലി, ഒരു ഇറാനിയൻ പവറായിട്ടുള്ള അബ്ദാലിയോട് മറാത്തകൾ പരാജയപ്പെടുന്ന ഒരു യുദ്ധമാണ്. മറാത്തകളുടെ ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസി ഏകദേശം അവസാനിക്കുന്നത്, അതായത് അവരുടെ പീക്കിൽ എത്തിക്കഴിഞ്ഞ് അവരുടെ എക്സ്പാൻഷനിസ്റ്റ് പോളിസിയുടെ ഒരു അന്ത്യം കുറിക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ്. ബാറ്റിൽ ഓഫ് പാനിപ്പത്തിന് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, അതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുകയാണ്. ഇന്ത്യയിലെ ആരാണ് സുപ്രീം എന്നുള്ള ഒരു സ്ട്രഗിൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ റീജിയണൽ കിങ്ഡംസിന്റെ ഇടയിൽ. അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയത് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആണ്. മറാത്തകൾ മുഗൾസിനെ ഒരു ഇമ്പീരിയൽ പവർ എന്ന രീതിയിൽ മുഗൾസിനെ ഓവർത്രോ ചെയ്ത് അവിടെ ക്ലെയിം ചെയ്യാം എന്ന് കരുതിയിട്ടുള്ള മറാത്തകളുടെ ആഗ്രഹങ്ങൾക്ക് കിട്ടിയ ഒരു അടിയായിരുന്നു ഈ തോൽവി. ദെൻ ഇതിന്റെ പ്രധാനപ്പെട്ട ലാഭം കിട്ടിയത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷുകാർക്കായിരുന്നു. അവർക്ക് ബംഗാളിലേക്കും അതുവഴി ഇന്ത്യയിലേക്കും കയറി വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. കാര്യം ഈ യുദ്ധത്തിന് ശേഷം മറാത്തകൾ ഒന്ന് വീക്ക് ആവുകയാണ്. അതേപോലെ മറാത്തകളുടെ ബംഗാളിലേക്ക് ആ റീജിയനുകളിലേക്കുള്ള കോൺസെൻട്രേഷനും ഈ യുദ്ധത്തിന് ശേഷം കുറയാണ്. മാധവ് റാവു became Peshwa in 1761 and temporarily revived Maratha fortunes. അങ്ങനെ 1761 അദ്ദേഹം ഇതിലേക്ക് വരികയാണ്. അങ്ങനെ ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ അത് വരുന്നുണ്ട്. പക്ഷേ ഹി സബ്ഡ്യൂഡ് ഓൾഡ് എനിമീസ് ലൈക്ക് റോഹിലാസ്, രാജ്പൂത്, ജാട്ട് ചീഫ്സ് ആൻഡ് അതേഴ്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ പഴയ എനിമികളായിട്ടുള്ള നമ്മൾ നേരത്തെ പഠിച്ച രജപുത് രാജാക്കന്മാര്, അതേപോലെ റോഹിലാസ്, ജാട്ടുകള്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ അദ്ദേഹം തോൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കിടക്കുന്നുണ്ട്. ദെൻ മാധവ് റാവു അദ്ദേഹം ഒരു 1772 അദ്ദേഹം പെട്ടെന്ന് മരിച്ചു പോകുന്നുണ്ട്. ഇത് എന്തിലേക്ക് നയിക്കുന്നുണ്ട്? ഒരു ഇന്റേണൽ സ്ട്രഗിൾസിലേക്ക് വരുന്നുണ്ട് മറാത്തകളുടെ. ഇത് വേറെ എങ്ങോട്ടാണ് പോകുന്നത്? എക്സ്പോസ്ഡ് ദ മറാത്താസ് ടു ബ്രിട്ടീഷ് ഡിഫീറ്റ് ഇൻ ദ ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ. ഇതാണ് ലാസ്റ്റ് ഒരു ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാറിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം മാധവ് റാവുവിന്റെ ഡെത്താണ്. അപ്പൊ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറാത്തകളുടെ ആ സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ദ റൈസ് ഓഫ് മറാത്ത വാസ് ബോത്ത് റീജിയണൽ
reaction against Mughal centralization and reflection of upward mobility of certain classes and castes. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു, ഈ ഒരു ന്യൂ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് മുഗൾസിനെതിരായിട്ടുള്ള ഒരു അവരുടെ ഒരു റിയാക്ഷന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു റിബല്യന്റെ പുറത്ത് ഉണ്ടായതാണ്. അതിൽ ഇൻഡിവിജ്വൽ റിവോൾട്ടുകൾ ഉണ്ട്, പെസൻ റിവോൾട്ടുകൾ ഉണ്ട്, അതിന്റെ ഭാഗമായിട്ടുണ്ടായ ജമീന്ദാരി റിവോൾട്ടുകൾ ഉണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവർ വരുന്നത് എന്നെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറാത്തകൾ എന്ന് പറയുന്നത് മുഗൾസിനെതിരായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ മുഗൾസിന്റെ സെൻട്രലൈസേഷൻ പോളിസികൾക്കെതിരായിട്ട് വന്നിട്ടുള്ള ഒരു ഒരു എംപയർ ആണ്. ഇത് ചില വിഭാഗങ്ങളുടെ, ചില ക്ലാസ്സുകളുടെ, അതേപോലെ ചില കാസ്റ്റുകളുടെ ഒക്കെ ഒരു സോഷ്യൽ മൊബിലിറ്റിയുടെ ഭാഗമായിട്ടും കൂടി ഉണ്ടായതാണ്. അപ്പം ഒരു താഴേക്കടയിൽ നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ക്ലാസ് സ്ട്രക്ചറിൽ താഴത്തുള്ള ആളുകൾ മുകളിലേക്ക് കയറി വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ് ഇതിലെല്ലാം വരുന്നത്. ദ സോഷ്യൽ ബേസ് ഇൻക്ലൂഡർ പെറ്റി റൂറൽ ജെൻട്രി ആൻഡ് ഹെറിഡിറ്ററി കൾട്ടിവേറ്റ്. ഇതിലെ ഈ ചെറുകിട കർഷകര്, അതേപോലെ ഹെറിഡിറ്ററി ആയിട്ടുള്ള കൾട്ടിവേറ്റേഴ്സ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണ് ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞ സോഷ്യൽ ബേസ്. ഇതേപോലെ പെസൻ കാസ്റ്റ് sought to achieve ക്ഷത്രിയ സ്റ്റാറ്റസ് വൈൽ ഒഫീഷ്യൽസ് എയിംഡ് ടു കോൺസെൻട്രേറ്റ് പവർ. അതെ, ഇതിലെ പെസൻ കാസ്റ്റുകളായിട്ടുള്ള പലരും ക്ഷത്രിയ സ്റ്റാറ്റസിലേക്ക് ഉയർന്നു വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മൊബിലിറ്റി ആണ് എന്നുള്ളത്. അപ്പൊ ക്ഷത്രിയ ക്ലാസിലേക്ക് കയറി വന്നപ്പോ അവര് എന്തിലേക്ക് ഒരു ക്ഷത്രിയ ഇതിലേക്ക് ഉയർന്നു വരികയും ഞങ്ങളും രാജ്യം ഭരിക്കാൻ പോന്നവരാണ് എന്നുള്ള ഒരു ക്ലെയിം ഉന്നയിക്കുകയും ചെയ്തു. ചൗത്ത് was institutionalized and became legitimate part of the Maratha system. നമ്മളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കേണ്ടത് മറാത്തകളുടെ റവന്യൂ സിസ്റ്റവും അതേപോലെ മറാത്തകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചൗത്തും സർദേശ് മുഖിയും. അതിൽ ചൗത്ത് ഈ മറാത്ത സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വരാണ്. Then reliance on plunder and failure to impose direct rule over the conquered areas was a key weakness. നമ്മൾ നേരത്തെ പറഞ്ഞു മറാത്തകൾക്ക് എന്തുണ്ടായിരുന്നില്ല, മറാത്തകളുടെ ഒരു പെഷ്വകൾ പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ആർമി ലീഡേഴ്സ് കേൾക്കുന്ന ഒരു മിലിറ്ററി ചീഫ്സ് കേൾക്കുന്ന ഒരു പതിവില്ല. അവരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോൺക്വസ്റ്റുകളിലേക്ക് പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോ ഇത് പ്രധാനമായിട്ടും ഇതിന്റെ കാരണമായിട്ട് വരുന്നത് ഇവരൊരു പ്ലണ്ടർ ഇതിലേക്ക് വിശ്വസിക്കുന്ന ആളുകളാണ്. അതായത് ഇവര് ഒരു സ്ഥലം കീഴടക്കി കഴിഞ്ഞാൽ അവിടെ പ്ലണ്ടർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കൂടെ ചേർക്കും, ഒരു മിലിറ്ററി ചീഫിന് അതിന്റെ ചാർജ് കൊടുക്കും. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു ഭരണം പോകുന്നത്. അതിന് അപ്പുറം അതൊരു സെൻട്രലൈസ്ഡ് റൂളിലേക്ക് കൊണ്ടുവന്നത് മുഗൾസ് ഒക്കെ ചെയ്യുന്നത് പോലെ ഇതിനൊരു സെൻട്രലൈസ്ഡ് റൂളിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു സ്ഥിരമായ ഒരു ഭരണ സംവിധാനം കൊണ്ടുവന്ന് ഒരു ഡയറക്റ്റ് റൂൾ ഫ്രം എംപറർ എന്നുള്ള രീതിയിലേക്കൊന്നും ആര് വന്നിട്ടില്ല, മറാത്തകളുടെ ഭരണത്തിന് കീഴിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീജിയണൽ ന്യൂ സ്റ്റേറ്റ് ആണ് സിഖുകൾ. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഗുരു നാനക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതമാണ് സിഖ് മതം. സിഖ് മതം അതിന്റെ ഒരു തുടക്കകാലം കൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ പവർ ആവാനുള്ള ഒരു ടെൻഡൻസി കാട്ടിയിട്ടുണ്ടായിരുന്നു. സിഖിസം ഒരു ഡെമോക്രാറ്റിക് ന്യൂ റിലീജിയൻ ആണ്. അതായത് എല്ലാം ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി എന്ന് നമ്മൾ പറയും. എല്ലാവരും ദൈവത്തിന്റെ കണ്ണിൽ തുല്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലനിൽക്കുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു സിഖ് മൂവ്മെന്റ്. ദെൻ എമേർജ്ഡ് ഇൻ പഞ്ചാബിലാണ് അത് തുടങ്ങുന്നത്. ഒരു 15-ാം നൂറ്റാണ്ടിലാണ് ആ ഒരു സംഭവം ആരംഭിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ വ്യക്തി എന്നുള്ള രീതിയിലുള്ള, ഇപ്പൊ ഏതൊരു മതവും തുടങ്ങുന്നത് പോലെ തന്നെ ആദ്യം പേഴ്സണൽ സ്ഫിയറിലേക്കായിരുന്നു ആദ്യത്തെ ഒരു 2 നൂറ്റാണ്ട് കാലം ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 15 നൂറ്റാണ്ടിൽ തുടങ്ങി നമ്മൾ പഠിക്കുന്നപ്പോ 18-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടമാണ്. അപ്പൊ സിഖ് മതം ഉത്ഭവിച്ച് 300 വർഷങ്ങൾ കഴിഞ്ഞു. ഏകദേശം 250 വർഷങ്ങൾ, 250 മുതൽ 300 വർഷം വരെ കഴിഞ്ഞു. ദെൻ ഗുരു ഗോവിന്ദ് സിംഗ്, അതായത് 10ാമത്തെ സിഖ് ഗുരു ആയിട്ടുള്ള ഗുരു ഗോവിന്ദ് സിംഗിന്റെ സമയത്താണ് ഈ സിഖിസത്തിന് ഒരു പൊളിറ്റിക്കൽ അംബിഷൻ, നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊരു രാഷ്ട്രീയമായിട്ട് മാറാനോ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറാനോ അവർക്കൊരു സിഖ് ഭരണ വ്യവസ്ഥ ഉണ്ടാക്കാനൊക്കെ ഉള്ള ടെൻഡൻസി വളരെയധികം കൂടുന്നത്. അവര് ഒന്നാമതും ആ ഒരു സമയത്താണ് ഖൽസാ പന്ത് എന്നുള്ള രീതിയിൽ അവരുടെ മിലിറ്ററി ബേസ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും നമ്മൾക്ക് അറിയുന്ന ഖൽസാ പന്ത് ഇപ്പോഴും നിലവിലുള്ള ഒരു സിസ്റ്റമാണ് സിഖ് മതത്തിന്റെ കീഴിലുള്ള. അപ്പം അങ്ങനെ ഒരു മിലിറ്ററി സ്ട്രോങ് കമ്മ്യൂണിറ്റി ആയിരുന്നു. ഇവർ നിരന്തരമായിട്ട് മുഗൾസായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു നമുക്കറിയാവുന്നു. ഗുരു ഗോവിന്ദ് സിംഗ് ആൻഡ് കോൺഫ്ലിക്ട് വിത്ത് മുഗൾ എംപറർ ഔറംഗസേബ്. അതേപോലെ ബന്ദ ബഹാദൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സിഖ് നേതാവ് ഔറംഗസേബിന്റെ സക്സസറുമായിട്ട് കോൺഫ്ലിക്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 1715 അദ്ദേഹം പരാജയപ്പെടുകയാണ്.
ഇനി സിഖ് റിവൈവൽ ബന്ദ ബഹാദൂറിന്റെ ഈ 1715 ഒരു വലിയ പരാജയത്തിന് ശേഷം സിഖുകൾ വീണ്ടും ഒരു പ്രധാനപ്പെട്ട ശക്തിയായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ എംപയറിന്റെ ഡിക്ലൈൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിലാണ്. അപ്പൊ നാദിർ ഷായുടെ ഇൻവേഷൻസ്, അതേപോലെ നമ്മൾ നേരത്തെ പഠിച്ച അബ്ദാലിയുടെ ഇൻവേഷൻസ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നോർത്ത് ഇന്ത്യനെ വളരെ വീക്ക് ചെയ്തു. ഈ സമയം സിഖുകൾ എന്ത് ചെയ്തു, ഇവര് കൊള്ളയടിച്ചു പോയതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടെ കൈയടക്കിയും കൊണ്ട് അതിന്റെ ഒരു ബെനിഫിറ്ററി ആയിട്ട് സിഖ് ആളുകൾ മാറി. Then using this booty and exploiting the breakdown of imperial control, the Sikhs established control over Punjab. അങ്ങനെ ഈ ഒരു ഇവിടുന്ന് ഇവർ ലൂട്ട് ചെയ്ത് പോയതിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇവര് ആ ഒരു ഇത് വെച്ച് ആ ഒരു ക്യാപിറ്റൽ വെച്ചും കൊണ്ട് ഇവര് പഞ്ചാബ് പോലുള്ള പ്രവിശ്യയിൽ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി പൊസിഷനുള്ള പഞ്ചാബിൽ ഇവരൊരു ഭരണം ആരംഭിക്കുകയും അവിടുത്തെ ഒരു കൺട്രോൾ നേടിയെടുക്കുകയും അവിടെ സ്ഥിരമായിട്ടുള്ള ഭരണം കൊണ്ടുവരികയും ചെയ്തു. ദ പ്രൊവിൻസ് വാസ് ഡിവൈഡ് ഇൻടു 12 മിസിൽസ്. അത് കോൺഫെഡറസികൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് മിസിൽസ്. അപ്പൊ അങ്ങനെ 12 മിസിൽസ് ആയിട്ട് ഇവർ ഇതിനെ മാറ്റുകയാണ്. റീസൺ സ്കോളേഴ്സ് ചാലഞ്ച് ദ നോഷൻ ദാറ്റ് സിഖ് പൊളിറ്റിക്കൽ സിസ്റ്റം വാസ് തിയോക്രാറ്റിക്, സജസ്റ്റിംഗ് ഇറ്റ് വാസ് സെക്യുലർ ലൈക്ക് അതർ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ. അത് ഈ ഇടയിൽ വന്നിട്ടുള്ള പുതിയ ചരിത്രകാരന്മാരെല്ലാവരും സിഖ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ട് കാണുന്നില്ല. പകരം അവർ പറയുന്ന ഒരു സെക്യുലർ സ്റ്റേറ്റ് ആയിരുന്നു. തിയോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ മതാധിഷ്ഠിത ഭരണമായിട്ട് കാണുന്നില്ല. അവരതിന് പകരം ഒരു മതേതര ഭരണമായിട്ടാണ് കാണുന്നത്. The rise of Sikh culminated with the prominence of Ranjit Singh at the end of the century. അപ്പൊ ഈ സിഖ് ഭരണത്തിന്റെ അല്ലെങ്കിൽ സിഖുകളുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഭരണകൂടത്തിന്റെ അതിന്റെ ഒരു അതിന്റെ പീക്ക് കണ്ടത് രഞ്ജിത് സിംഗിന്റെ കാലഘട്ടത്തിലായിരുന്നു, ഈ 18ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലേക്ക്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കിങ്ഡം ആയിരുന്നു ജാട്ടുകൾ കൊടുത്തിട്ടുള്ള ചിഹ്നം. ജാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവരൊരു അഗ്രികൾച്ചറൽ കാസ്റ്റ് ആണ്. ഒരു ജാതിക്ക് പറയുന്ന പേരാണ് ജാട്ട്, ഒരു വിഭാഗത്തിന് പറയുന്ന പേരാണ് ജാട്ട് എന്ന പേര്. അവര് 17ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ മുതൽ തന്നെ മുഗൾ എംപയറിനോട് പലതരത്തിലുള്ള റിവോൾട്ടുകളിലേക്ക് പോകുന്നുണ്ട്. ഈ ജാട്ടുകളുടെ ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും, മുഹമ്മദ് ഖാസിമും പോലുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് ആക്രമണം നടക്കുന്ന സമയത്ത് പോലും അവർക്ക് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നത് ജാട്ട്, കൊക്കർ തുടങ്ങിയിട്ടുള്ള ട്രൈബുകളായിരുന്നു ഇന്ത്യയിൽ. അപ്പൊ നിങ്ങൾ അത് മിഡീവൽ ഹിസ്റ്ററിന്റെ പോർഷൻസിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഭാഗങ്ങളിലുള്ള അവരുടെ അവർ അവസാനം മുഗൾ എംപയറിന് കീഴിലേക്ക് ആദ്യം സുൽത്താനേറ്റിലേക്ക് ഇവർ ലോയാലിറ്റി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് മുഗൾസിന് ലോയാലിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷെ 17ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് മുഗൾസുമായിട്ടുള്ള ജാട്ടുകളുടെ ബന്ധം മോശാവസ്ഥയിലേക്ക് വരികയും ഇവർ പിന്നീട് കുറച്ചും കൂടി മുഗൾസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലേക്ക് റിവോൾട്ടുകളിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. ആസ് മുഗൾ പവർ മുഗൾ പവർ ഒന്ന് ക്ഷയിച്ച സമയത്ത് ജാട്ട് പവറുകൾ ഗ്രോ ആവുകയാണ് ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പെസന്റ് റിവോൾട്ടുകളിൽ നിന്നും ഒരു ഡിസ്ട്രക്റ്റീവ് ഒരു നാശം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്രൈസിംഗ് ആയിട്ട് ഇതിലേക്കും ജാട്ടുകൾ മാറാണ്. അങ്ങനെയാണ് പെസന്റ് റിബല്യന്റെ ഭാഗമായിട്ട് the Jat state, though born from a peasant rebellion, remained feudal with Zimidas holding administrative and revenue powers. അങ്ങനെ ഒരു ജാട്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പെസന്റ് റിബല്യനിൽ നിന്ന് ഉണ്ടായതാണ് ജാട്ട് സ്റ്റേറ്റ്. പക്ഷെ എന്നിട്ടും ഈ ജാട്ട് സ്റ്റേറ്റ് ഒരു ഫ്യൂഡൽ ആയിട്ടാണ് നിലനിൽക്കുന്നതും അതേപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവും റവന്യൂ കൺട്രോൾസും ആരുടെ കയ്യിലാണ് വരുന്നത്? അത് അവിടുത്തെ ജമീന്ദാസിന്റെ കയ്യിലാണ് വരികയും ചെയ്യുന്നത്. അതിലുള്ളൊരു വലിയൊരു വൈരുദ്ധ്യമാണ്. ഒരു പെസന്റ് റിബല്യനിലൂടെ വന്ന ഗവൺമെന്റ് ലാസ്റ്റ് ഒരു ഫ്യൂഡൽ ഗവൺമെന്റ് ആവുകയും ഒരു ഫ്യൂഡൽ സ്റ്റേറ്റ് ആവുകയും സെമീന്ദാസ് അത് ഭരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. ഇനി സുറാജ്മൽ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ജാട്ട് സ്റ്റേറ്റിലെ ഭരണാധികാരിയാണ്. ചുറാമാൻ ആൻഡ് ബദൻ സിംഗ് ഫൗണ്ടഡ് ദ ജാട്ട് സ്റ്റേറ്റ് അറ്റ് ഭാരത്പൂർ. സുറാജ്മൽ കൺസോളിഡേറ്റഡ് ജാട്ട് പവർ ഡ്യൂറിംഗ് ഹിസ് റൂൾ. അപ്പം ഈ ഒരു ജാട്ട് സ്റ്റേറ്റ് ഉണ്ടാക്കിയത് ചുറാമാനും ബദാൻ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേരാണ്. പക്ഷെ അതിനൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത് അതിനൊരു എംപയർ ആക്കി സ്റ്റേറ്റ് ആക്കി മാറ്റിയത് സുറാജ്മാലാണ്. ദ ജാട്ട് സ്റ്റേറ്റ് എക്സ്പാൻഡ് ഇറ്റ്സ് ബൗണ്ടറി ടു ദ ഗംഗ ഇൻ ദ ഈസ്റ്റ്, ചമ്പൽ ഇൻ ദ സൗത്ത്, ഡൽഹി ഇൻ ദ നോർത്ത്, ആഗ്ര ഇൻ ദ വെസ്റ്റ്. അതായത് നമ്മളൊരു ഇന്ത്യയുടെ ഒരു മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഗംഗാ നദിയുടെ ആ ഒരു ഭാഗം മുതൽ സൗത്തിൽ ചമ്പൽ വരെയുള്ള ഭാഗം, അതേപോലെ പ്രധാനപ്പെട്ട ഡൽഹിയുടെ ചില ഭാഗങ്ങള് ഡൽഹി വരെ, ആഗ്ര, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവര് കീഴടക്കിയിട്ടുണ്ടായിരുന്നത്. സുറാജ്മൽ വാസ്
സ്കിൽഡ് അഡ്മിനിസ്ട്രേഷൻ എസ്പെഷ്യലി ഇൻ റവന്യൂ ആൻഡ് സിവിൽ അഫയേഴ്സ്. സുരാജ് മൽ എന്ന് പറയുന്നത് വളരെ സ്കിൽഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അതേപോലെ അദ്ദേഹത്തിന് റവന്യൂ സിവിൽ അഫയേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു കഴിവുണ്ടായിരുന്നു. അതേപോലെ 1763 അദ്ദേഹം മരിക്കുന്നത്. ഇതിനുശേഷം ജാർജ് സ്റ്റേറ്റ് ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ ചുരുങ്ങിയൊരു കാലഘട്ടം നിലനിന്ന ഒരു സ്റ്റേറ്റ് ആണ് ജാർജ് സ്റ്റേറ്റ്. ഇതൊരു കർഷക കലാപങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് വന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു കർഷക ഒരു അഗ്രികൾച്ചറൽ കാസ്റ്റ് ആണ്. അങ്ങനെ വരുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റേറ്റ് ലാസ്റ്റ് സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തനി ഉൾട്ടയായിട്ട് സെമീൻദാസും ഫ്യൂഡൽ സ്റ്റേറ്റ് ആയിട്ട് നിലനിൽക്കുകയും സെമീൻദാസ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പവേഴ്സ് ആവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു വ്യവസ്ഥിതി മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 1763 ഇദ്ദേഹത്തിന് സുരാജ് മൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പ്രഭാവത്തിൽ കുറച്ചു കാലം നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം ജാർജ് സ്റ്റേറ്റ് മെല്ലെ മെല്ലെ ഡിക്ലൈൻ ആവാൻ തുടങ്ങി. അപ്പം അതേപോലെ തന്നെ പിന്നുള്ള പ്രധാനപ്പെട്ടതാണ് ഈ അഫ്ഗാൻ ഒറിജിൻ ആയിട്ട് വരുന്ന സ്റ്റേറ്റുകള്. അതില് റോഹിലാഖണ്ഡ് ആൻഡ് ബംഗാഷ് പാർത്തൻസ് കിങ്ഡം എമേർജ്ഡ് ഫ്രോം 17th century അഫ്ഗാൻ മൈഗ്രേഷൻ. ഇവിടെ അഫ്ഗാൻ മൈഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടേക്ക് വന്ന 2 കിങ്ഡങ്ങളാണ് റോഹിൽഖണ്ഡും ഫറൂഖാബാദ് ബംഗാഷും. അതിൽ അഫ്ഗാൻ ഇമിഗ്രേഷൻ ടു ഇന്ത്യ ഇൻക്രീസ്ഡ് ഇൻ ദ 18th century ഡ്യൂ ടു ഇൻസ്റ്റബിലിറ്റി ഇൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു 18th century പകുതിയോട് കൂടിയിട്ട് ഒരു ഇൻസ്റ്റബിലിറ്റി വരുന്നുണ്ട്, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ വരുന്നുണ്ട്. ആ സമയത്താണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആളുകള് പ്രധാനപ്പെട്ട ഇവരെല്ലാം ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് വരുന്നത്. അലി മുഹമ്മദ് ഖാൻ ഫൗണ്ടഡ് റോഹിലാഖണ്ഡ് ആഫ്റ്റർ നാദിർ ഷാസ് ഇൻവേഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നാദിർ ഷായുടെ ഇൻവേഷനിനോട് കൂടിയിട്ട് മുഗൾ എംപയർ വീക്കാവാണ്. അപ്പൊ ആ സമയത്ത് അവിടെ ഉണ്ടായ ഒരു ഇൻസ്റ്റെബിലിറ്റിനെ മുതലെടുത്തുകൊണ്ട് അവിടെ അലി മുഹമ്മദ് ഖാൻ റോഹിലാഖണ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടാക്കുകയാണ്. റോഹിലാഖണ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാ നദിയുടെയും കുമാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിന്റെ ഇടയിൽ വരുന്നതാണ്. റോഹിയാസ് ദ പീപ്പിൾ ഓഫ് റോഹിലാഖണ്ഡ് ഫേസസ് ചാലഞ്ചസ് ഫ്രം ജാട്ട്, അവധ്, റൂളേഴ്സ് ഓഫ് മറാത്ത ആൻഡ് ബ്രിട്ടീഷ്. ഇവരുടെ അടുത്തെല്ലാം റോഹിലാഖണ്ഡിലുള്ള ആളുകൾക്ക് ചാലഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. ദെൻ മുഹമ്മദ് ഖാൻ ബംഗാഷ് എസ്റ്റാബ്ലിഷ്ഡ് എ കിങ്ഡം നിയർ ഫറൂഖാബാദ്. അങ്ങനെ ഫറൂഖാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മുഹമ്മദ് ഖാൻ ബംഗാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകള് ഒരു കിങ്ഡം ഉണ്ടാക്കുന്നുണ്ട്. ഇത് രണ്ടും അഫ്ഗാൻ ലീനേജിൽ വരുന്ന 2 വംശത്തിലാണെന്ന് റോഹിലാഖണ്ഡും മറ്റൊന്ന് ബംഗഷും. അതില് അലി മുഹമ്മദ് ഖാൻ റോഹിലാഖണ്ഡിൽ ഒരു കിങ്ഡം ഉണ്ടാക്കുന്നു. മുഹമ്മദ് ഖാൻ ബംഗഷ് ഫറൂഖാബാദിൽ ഒരു കിങ്ഡം ഉണ്ടാക്കുന്നു. ദെൻ അഫ്ഗാൻ യൂസ് ഓഫ് ആർട്ടിലറി എൻറ്റർഡ് ഇൻ ദ ഡൊമിൻസ് ഓഫ് കാവൽറി. അങ്ങനെ നമുക്കറിയാം അഫ്ഗാനുകളാണ് ഈ വളരെയധികം അഫ്ഗാനുകളും അതുപോലെ ഓട്ടോമനുകളൊക്കെ ഈ ആർട്ടിലറിയിൽ പീരങ്കിയിൽ വളരെയധികം പ്രധാനപ്പെട്ട ആളുകൾ. പീരങ്കി അതേപോലെ വെടിമരുന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധക്കളത്തിൽ വെടിമരുന്നിന്റെ ഉപയോഗം, ഈ സാധനമൊക്കെ കാവൽറിനെ ഓവർകം ചെയ്യാണ്. അതാണ് സംഭവിക്കുന്നത്. ദെൻ അഫ്ഗാൻസ് കോൺട്രിബ്യൂട്ടഡ് ടു ദ മുഗൾ ഡിക്ലൈൻ ആൻഡ് സപ്പോർട്ടഡ്. അങ്ങനെയാണ് ഈ 2 റോഹിലാഖണ്ഡിലെയും ഫറൂഖാബാദിലെയും പ്രധാനപ്പെട്ട എംപയറുകൾ വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അലി മുഹമ്മദ് ഖാൻ റോഹിലാഖണ്ഡിൽ ഒരു എംപയർ ഉണ്ടാക്കുന്നു. മുഹമ്മദ് ഖാൻ ബംഗഷ് ഫറൂഖാബാദിൽ ഒരു എംപയർ ഉണ്ടാക്കുന്നു. ആർട്ടിലറി അതായത് വെടിമരുന്നും കരിമരുന്നിന്റെ പ്രയോഗവും പീരങ്കികളുടെ പ്രയോഗവും കാവൽറിനെ കുതിരപ്പടയനെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ യുദ്ധകാലത്ത് നിന്ന് ഒഴിവാക്കുകയാണ്. അതേപോലെ അഫ്ഗാൻസ് കോൺട്രിബ്യൂട്ടഡ് ടു ദ മുഗൾ ഡിക്ലൈൻ സപ്പോർട്ട് അബ്ദാലീസ് കോൺക്വസ്റ്റ് ഓഫ് അവധ്. ഈ അഫ്ഗാനുകള് അബ്ദാലിയുടെ റിബലിയന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുവഴി മുഗൾസിന് ഡിക്ലൈൻ കാരണമാകുന്നുണ്ട്. ദെൻ ഒരു ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഒരു ചെറിയ റെസിസ്റ്റൻസ് കൊടുക്കാനും ഈ അഫ്ഗാൻസിന് കഴിയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റീജിയണൽ സ്റ്റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂ സ്റ്റേറ്റുകളായിട്ട് നമ്മൾ പഠിച്ചത്. ഇനി ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റുകളാണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റുകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇതിനെ ബാക്കി 2 സ്റ്റേറ്റുകൾ വ്യത്യസ്തമാക്കുക വെച്ചാൽ ഇവർ ഒരു കാലത്തും മുഗൾ എംപയറിനോട് സോവറിനിറ്റി പറഞ്ഞ സ്റ്റേറ്റുകളല്ല, പറഞ്ഞ പ്രദേശങ്ങളുമല്ല. ഇപ്പൊ മൈസൂർ ഒരു കാലത്തും മുഗൾസിന് അവരുടെ സോവർണിറ്റി കൊടുത്തിട്ടില്ല, അവർ മുഗൾസിന്റെ കീഴിലേക്ക് വന്നിട്ടില്ല. മൈസൂർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സൗത്തിലെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായിരുന്നു. ഹൈദർ അലി ആയിരുന്നു ആ എംപയറിനെ മൈസൂർ കിങ്ഡത്തിലെ ഒരു ഇതായിട്ട് വരുന്നത്. ദെൻ അത് ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് മാറുന്നത് ടിപ്പു സുൽത്താന്റെ ഭരണത്തിന്റെ കീഴിലാണ്. ഹൈദർ അലി ഒരു ജൂനിയർ ഓഫീസർ ആയിട്ട് വന്ന് നമുക്കറിയുന്ന പോലെ തന്നെ അവിടുന്ന് മെല്ലെ ഭരണത്തിലേക്ക് കയറുകയും അദ്ദേഹം അവിടുത്തെ അവിടുത്തെ ഒരു റീജന്റ് ആയിട്ട് മാറുകയും പിന്നീട് അവിടേക്ക് ഭരണത്തിലേക്ക് സുൽത്താനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്.
അതില് അദ്ദേഹത്തിന് ആർമി വളരെയധികം പ്രസിദ്ധിക്കുന്നതാണ്. ഫ്രഞ്ച് കാരുടെ സഹായത്തോട് കൂടിയിട്ട് ഹൈദരലി തന്റെ ആർമിനെ വളരെയധികം ആധുനികവൽക്കരിക്കുന്നുണ്ട്. വളരെ പണ്ടൊരു കഥ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ടിപ്പു സുൽത്താന്റെ ഒരു ഭരണ കാലഘട്ടത്തില് ഫ്രഞ്ച് അദ്ദേഹം ഇറക്കുമതി ചെയ്തിട്ടുള്ള ഡച്ചുകാർ ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങൾ കണ്ടിട്ട് ആയുധങ്ങളുമായിട്ട് കുറച്ച് ഡച്ചുകാർ ടിപ്പുവിന്റെ അടുത്തേക്ക് വരികയും അങ്ങനെ ടിപ്പു ഇത് കണ്ടിട്ട് പറഞ്ഞു, ഇത് എന്റെ കയ്യിലുള്ള ആയുധങ്ങൾ ഇതിലും ക്വാളിറ്റി ഉള്ളതാണ്, ഇതിലും ഡെവലപ്ഡ് ആണ്. അപ്പൊ അത്രയേറെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഇവരെ മൈസൂർ എംപയറിന്റെ കയ്യിലുണ്ടായിരുന്നു. അതിന് ഒരു പരിധി വരെ സഹായിച്ചത് ഇവരുടെ ഫ്രഞ്ച് അലയൻസ് ആണ്. അതിനപ്പുറം ഇവര് വളരെയധികം ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആളുകളായിരുന്നു. അങ്ങനെ നൂൺരാജ് എന്ന് പറഞ്ഞിട്ടുള്ള മിനിസ്റ്റർ ഓവർത്രോ ചെയ്തിട്ടാണ് മൈസൂർ, കനറ അല്ലെങ്കിൽ മലബാർ ഇങ്ങനത്തെ ഭാഗങ്ങളിലേക്കൊക്കെ അവരുടെ ഒരു എംപയർ വളർത്തുന്നത്. ദെൻ മറാത്തകളായിട്ടും ഹൈദരാബാദായിട്ടും ബ്രിട്ടീഷുകാരായിട്ടൊക്കെ മൈസൂറിന് കോൺഫ്ലിക്ട് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ ഒരു ചരിത്രം അറിയുന്നതാണ്. അത് ലാസ്റ്റ് 1769 ശ്രീരംഗപട്ടണ സന്ധിയിലേക്ക് ചെന്നെത്തുന്ന രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫീറ്റിലൂടെ ഈ മൈസൂർ എന്ന് പറഞ്ഞ സ്ഥലം, രാജ്യത്തിന്റെ ഒരു ഭരണം അവസാനിക്കുകയാണ് ടിപ്പുവിന്റെ മരണത്തോടു കൂടി സംഭവിക്കുന്നത്. ഇത് രജപുത് സ്റ്റേറ്റുകളും ഇതേപോലെ മുഗൾസിന് കീഴിലേക്ക് വരാത്ത കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. കൺസോളിഡേറ്റഡ് പവർ ബൈ എക്സ്പ്ലോയിറ്റിംഗ് ദ മുഗൾ എംപയർസ് ഡിസിന്റഗ്രേഷൻ. മുഗൾ എംപയർ തകർന്നു കഴിഞ്ഞപ്പോൾ ആ തകർച്ച മുതലെടുത്ത് വന്നിട്ടുള്ള ആളുകളാണ് രജപുതുകൾ. അവര് ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് ആണ് വർക്ക് ചെയ്തത്. അവര് ഡൽഹി ആയിട്ടുള്ള അവരുടെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് അവര് ഒരു സ്വന്തം ഇതിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. എൻഗേജ് ഇൻ കോർട്ട് സ്ട്രഗിൾ ഫോർ പവർ ആൻഡ് ഗെയിൻഡ് ഗവേണൻസ് ഫ്രോം ദ മുഗൾസ്. ഇവർ ആദ്യം മുഗൾസിൽ അതായത് കോർട്ടിലെ പ്രധാനപ്പെട്ട ആളുകളായിട്ട് മാറുകയും പിന്നെ ഓരോ സ്ഥലങ്ങളിലെ ഗവർണർഷിപ്പ് ഗെയിൻ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇവര് ആ ഒരു ഭാഗത്തെ ഇൻഡിപെൻഡന്റ് രാജാക്കന്മാരായിട്ട് മാറുകയാണ് ചെയ്തത്. അത് ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവര് എക്സ്പാൻഡ് ചെയ്തു. ദെൻ ജയ്സിംഗ് അമ്പയർ, അതായത് ജയ്പൂരിലുള്ള ജയ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആരായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഒരു റൂളറായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയുന്ന പോലെ കേരളമാണ്. കേരളം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് അല്ലായിരുന്നു. എല്ലാവർക്കും അറിയുന്ന പോലെ മലബാർ, കൊച്ചി, ട്രാവൻകൂർ ആണ്. അപ്പോ അതില് മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാവൻകൂർ രാജാവായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആർമിയെ വളരെയധികം മോഡേണൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഡച്ചുകാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വൈദേശിക ശക്തി ഇന്ത്യയിൽ വന്ന് പരാജയപ്പെടുന്ന അപൂർവം അവസ്ഥകളിൽ ഒന്നായിരുന്നു കുളച്ചൽ യുദ്ധത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള രാമവർമ്മ ട്രിവാൻഡ്രത്തിനെ ഒരു സ്കോളർഷിപ്പിന്റെയും ആർട്ടിന്റെയും ഒക്കെ, കലയുടെയും അതേപോലെ പാണ്ഡിത്യത്തിന്റെയും അതേപോലെ മറ്റു കാര്യങ്ങളുടെയും ഒക്കെ ഒരു കേന്ദ്രമായിട്ട് മാറ്റുന്നുണ്ട്. ഇതിന് നേരത്തെ നമ്മൾ പറഞ്ഞ ഹൈദരലിയുടെ ഒരു ഭരണവും മൈസൂർ എക്സ്പാൻഷനും ഈ മലബാറിന്റെ ഒരു ഇതിന്റെ സ്റ്റെബിലിറ്റിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മലബാറിലെ പല പ്രദേശങ്ങളും ടിപ്പുവിന്റെ പടയോട്ടം വന്നുപോയ സ്ഥലങ്ങളാണ്. അപ്പൊ അതൊക്കെ ഇവിടെ ഒരു അൺട്രസ്റ്റ് മൈസൂർ കിങ്ഡം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി റീജിയണൽ പൊളിറ്റിക്സിന്റെ വീക്ക്നെസ് എന്തൊക്കെയായിരുന്നു? അപ്പൊ അതില് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇവർക്ക് മുഗൾ ഭരണത്തിനെ മുഗൾ ഭരണത്തിന് തകർച്ചയുടെ സമയത്ത് ഉണ്ടായി വന്ന ഒരു സ്റ്റേറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് മുഗൾ ഭരണത്തിന് അന്നത്തെ കാലഘട്ടത്തിൽ ഓവർത്രോ ചെയ്യാൻ കഴിയായിരുന്നു. പക്ഷെ ഇവർക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഓൾ ഇന്ത്യ പൊളിറ്റി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു വലിയൊരു എംപയർ ആയിട്ട് ഭരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല താനും. ദെൻ അവര് സയൻസ്, ടെക്നോളജി അതേപോലത്തെ സാധനങ്ങളിലൊക്കെ മുഗൾസിനെ അപേക്ഷിച്ച് കുറച്ച് ബാക്കൗട്ട് ആയിരുന്നു. അവർക്ക് അവരുടെ ടെറിട്ടറികൾ കുറവായതുകൊണ്ട് തന്നെ ഒരു എക്കണോമിക് സ്റ്റാഗ്നേഷനും അവർക്ക് ഉണ്ടായിരുന്നു. ദെൻ ആ എക്കണോമിക് സ്റ്റാഗ്നേഷനെ പറ്റിയിട്ട് ഇപ്പോഴും ചരിത്രകാരന്മാർക്കിടയിൽ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഇതിൽ ഓരോരുത്തരും സാഹചര്യങ്ങൾ മാറി മാറി വരും. നമ്മൾ പറഞ്ഞ പോലെ ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്യും. നമ്മൾ മൈസൂര് എന്ന് പറഞ്ഞ രാജ്യം ടെക്നോളജിയിൽ അഡ്വാൻസ് അല്ലെന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ഇത് നോർമലായിട്ട് പറയുമ്പോൾ ബാക്കി സ്ഥലങ്ങളിലല്ല എന്നുള്ള രീതിയിലുള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. മുകളിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ജാട്ട് സ്റ്റേറ്റുകളൊന്നും അത്രയും അഡ്വാൻസ്ഡ് അല്ലായിരുന്നു. ദെൻ ഇതിൽ പറയുന്ന പോലെ എക്കണോമിക് സ്റ്റാഗ്നേഷൻ പറയുമ്പോൾ നമ്മൾ അഫ്ഗാന്റെ ആ ഒരു ഭാഗങ്ങളിൽ എക്കണോമിക് സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആണ്. അപ്പൊ ആ ഒരു വിഷയത്തിൽ ഇപ്പോഴും ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ റീജിയണൽ എക്കണോമിക്സ് കണ്ടീഷൻ വാരിയഡ് വിത്ത് സം ഏരിയാസ് പ്രോസ്പെറിംഗ് ആൻഡ് അതർ സ്റ്റാഗ്നേറ്റിംഗ്. ചില സ്ഥലങ്ങളിൽ ചില റീജിയണൽ സ്റ്റേറ്റുകൾ പ്രോസ്പെറിംഗ് ആയിരുന്നു, ചില സ്ഥലങ്ങളിൽ സ്റ്റാഗ്നേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് ആണ് അതിന്റെ ഒരു ഇത് വരുന്നത്. ദെൻ
ദ റൈസ് ഓഫ് ബ്രിട്ടീഷ് പവർ. ഇനി നമ്മൾ പറയുന്നത് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്താണ്. ബ്രിട്ടീഷ് പവറിന്റെ ഉദയം, അതായത് ഒരു ട്രേഡിംഗ് കമ്പനി എന്നതിൽ നിന്നും ഒരു പൊളിറ്റിക്കൽ പവർ ആയിട്ട് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ മാറുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 18ാം നൂറ്റാണ്ടിലാണ്, 1750കളുടെ സമയത്താണ് ഇങ്ങനെ ഒരു ചേഞ്ച് അവർ കൊണ്ടുവരുന്നത്. അവർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത് 1600കളിലാണ്. അവരൊരു ട്രേഡ് കൂട്ടുന്നുണ്ട്. പിന്നെ 1743 പോർച്ചുഗീസുകാരെയും അതേപോലെ ഡച്ചുകാരെയൊക്കെ ഔട്ട് നമ്പർ ചെയ്തുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഫോറിൻ കമ്പനി ആയിട്ട് മാറുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് മുഗൾസിന്റെ ഒരു ഡിക്ലൈൻ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു സാധനത്തിന് അവരും വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ഫോക്കസ് ടെറിട്ടറി റവന്യൂ കിട്ടുന്നതിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യൻ ടെറിട്ടറികൾ കോൺകർ ചെയ്യുന്നതിലേക്ക് അവരുടെ ശ്രദ്ധ മാറുകയാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബംഗാളിൽ വെച്ചിട്ടാണ്. ഇതേപോലെ തന്നെ ആംഗ്ലോ ഫ്രഞ്ച് സ്ട്രഗിളും അതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡച്ചുകാരെയും ഫ്രഞ്ചുകാരും ഒക്കെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇവിടെ വെച്ചുകൊണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻ ലാസ്റ്റ് എത്തിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധത്തിലേക്കാണ്. അത് കർണാട്ടിക് വാറുകളിലേക്കാണ്. അതിനെ നമ്മൾ പേരിട്ട് വിളിക്കുന്നതാണ് കർണാട്ടിക് വാറിന്. അതിൽ ആദ്യത്തെ കർണാട്ടിക് വാർ 1742 മുതൽ 48 വരെ നീണ്ടു നിൽക്കുന്ന ഒരു കർണാട്ടിക് വാറാണ്. മദ്രാസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ വിഷയം ഉണ്ടാവുന്നത്. അതിൽ ആരും തന്നെ ജയിക്കാത്തൊരു അവസ്ഥയിലാണ് കർണാട്ടിക് വാർ അവസാനിക്കുന്നത്. സെക്കൻഡ് കർണാട്ടിക് വാർ ഡ്യൂപ്ലക്സ് നയിച്ച ഫ്രഞ്ച് ട്രൂപ്പും അതേപോലെ ഹൈദരാബാദ് ഇങ്ങനത്തെ ഇവരുടെ പിന്തുണയോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാരുടെ റോബർട്ട് ക്ലൈവിന്റെ ഇതിലുള്ള ആർമിയോടാണ് യുദ്ധം ചെയ്യുന്നത്. ഇത് ആർക്കോട്ട് കീഴടക്കാനുള്ള ഒരു പ്രതികാരമായിട്ടാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. ലാസ്റ്റ് ട്രീറ്റി ഓഫ് പാരീസിലാണ് ട്രീറ്റി ഓഫ് പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റി വെച്ചും കൊണ്ടാണ് ഇവർ ഇത് അവസാനിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ കുറയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇത് എന്തിലേക്കാണ് നയിക്കുന്നത്? ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഡോമിനൻസിലേക്ക് ഇന്ത്യ പോകുന്നതിലേക്കാണ് ഇത് നയിക്കുന്നത്. ബംഗാൾ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന കാര്യമാണ് എങ്ങനെയാണ് ബംഗാൾ ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് വരുന്നത്. 1757 ബ്രിട്ടീഷുകാര് സിറാജുദ്ദൗലയുടെ കീഴിലുള്ള ഒരു ബംഗാൾ പ്രവിശ്യയെ ഇവര് കീഴടക്കുകയാണ്. അപ്പൊ അതിനവര് ചതി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം ബാറ്റിൽ ഓഫ് പ്ലാസി 1857 ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത് വെറും 500 ആളുകൾ മാത്രം മരിച്ച ഒരു ചെറിയ യുദ്ധമാണ്. പക്ഷെ അവർക്ക് ആ യുദ്ധം നടക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പടത്തലവൻ ഇദ്ദേഹത്തെ വഞ്ചിക്കുകയും അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായത് കൊണ്ടാണ്. അങ്ങനെ ഈ ഒരു പ്രവിശ്യ ബംഗാൾ ഇവരുടെ കീഴിലേക്ക് വരുന്നു. അതിനുശേഷം 1765 ഒരു അലയൻസ് ഉണ്ടാക്കുന്നു. ബംഗാളിലെ അന്നത്തെ നവാബായിട്ടുള്ള മിർകാസിമും അതേപോലെ പിന്നീട് ഇവിടുത്തെ മുഗൾ സുൽത്താനും അവധിലെ നവാബും കൂടി ഉണ്ടായിട്ടുള്ള ഒരു ട്രീറ്റി വരുന്നു. ഇവരെന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒരു യുദ്ധത്തിന് പോകുന്നു. അങ്ങനെ ആ യുദ്ധത്തിൽ ഇവര് തകരുകയാണ്. ഇത് തകരുന്നതോട് കൂടിയിട്ട് ഒരു വലിയ ബംഗാൾ പ്രവിശ്യ ഒന്നാകെ, ബംഗാൾ അതേപോലെ ഒറീസ അങ്ങനത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങള്, അവധ് ഇങ്ങനത്തെ, പിന്നെ മുഗൾ എംപയർക്ക് ലാസ്റ്റ് ബ്രിട്ടീഷ് ഓട്ടോണമി അനുവദിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് ബാറ്റിൽ ഓഫ് ബുക്സർ ആണ്. ബാറ്റിൽ ഓഫ് ബുക്സറിന് ശേഷം 1765 ഡ്യുവൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞ സിസ്റ്റം കൊണ്ടുവരുന്നത്. ഡ്യുവൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് എന്താണ് വേണ്ടത്? ഇവിടുത്തെ റവന്യൂ ആണ് വേണ്ടത്. ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആർക്ക് മുന്നോട്ട് കൊണ്ടുപോവാം? നമ്മുടെ ലോക്കലായിട്ടുള്ള രാജാവിന് അല്ലെങ്കിൽ നവാബിന് കൊണ്ടുപോകാം ബംഗാളിന്റെ അഡ്മിനിസ്ട്രേഷൻ. അതാണ് ഡ്യുവൽ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടായിട്ട് വിഭജിക്കുകയാണ്. ഇതിന്റെ റവന്യൂ മുഴുവൻ ആര് കൊണ്ടുപോകും? ബ്രിട്ടീഷുകാർ കൊണ്ടുപോകും. പക്ഷെ ആര് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം? ദിവാനി റൈറ്റ്സ് ഇവർക്കും അതേപോലെ മറ്റേ റൈറ്റ്സ് അവർക്കും കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാണ്. ദെൻ റീഓർഗനൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പോ 1772 കൂടിയിട്ട് ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം കൊണ്ടുവന്നു, ഡ്യുവൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ. 1772 കൂടിയിട്ട് ഈ ഡ്യുവൽ സിസ്റ്റം ഇവര് എടുത്ത് ഒഴിവാക്കാണ്. എന്നിട്ട് ബ്രിട്ടീഷ് കൺട്രോൾ, ഈ നവാബിനെ എടുത്ത് ഒഴിവാക്കിക്കൊണ്ട് സ്ട്രെയിറ്റ് ബ്രിട്ടീഷ് കൺട്രോളിലേക്ക് മാറാണ്. അങ്ങനെ 1773 ബ്രിട്ടീഷുകാര് ഇവരുടെ പുതിയൊരു ഗവർണിംഗ് സ്ട്രക്ചർ ചെയ്തു. അതായത് ഗവർണർ ജനറൽ എന്ന് പറഞ്ഞ ഉള്ള ഒരാളെ അപ്പോയിന്റ് ചെയ്തു. അവരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായം കൊണ്ട് അവരുടെ പ്രൊവിൻസുകൾ ഭരിക്കുക.
നവാബിനെയും അങ്ങനത്തെ ലോക്കൽ റൂളേഴ്സിനെയൊക്കെ മാറ്റി. അത് ഡ്യുവൽ ഗവൺമെന്റ് മാറി. ദെൻ ഗവർണർ ജനറൽ ഭരണം വന്നു. ദെൻ നിയമം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ജുഡീഷ്യറിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോർട്ട് വന്നു. കൽക്കട്ടയിലാണ് അത് വരുന്നത്, ഓർത്ത് വെക്കണം. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതാണ് ഒരു വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് സാധാരണ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ്, രാജാവ് തന്നെയാണ് നിയമം നിർമ്മിക്കുക, രാജാവ് തന്നെയാണ് നിയമം നടപ്പിലാക്കുക, രാജാവ് തന്നെയാണ് ഇതിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് കീഴടക്കുന്ന ഒരു അതോറിറ്റി. അതിന്ന് മാറിയും കൊണ്ട് ജുഡീഷ്യറിനെയും എക്സിക്യൂട്ടീവിനെയും വെവ്വേറെ ആക്കിയും കൊണ്ട് നേരത്തെ പറഞ്ഞ സുപ്രീം കോർട്ട് പോലൊരു നിയമം ജുഡീഷ്യൽ സാധനങ്ങൾ ചെയ്യാൻ സുപ്രീം കോർട്ട് ഉണ്ടാക്കി. അതേപോലെ ബാക്കി കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എക്സിക്യൂട്ടീവിന് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഗവർണർ ജനറലിനെ ആക്കി. ദെൻ ട്രഡീഷണൽ ഇന്ത്യൻ ഗവർണൻസിൽ നിന്നും ഒരു ബ്രിട്ടീഷ് ഇമ്പീരിയൽ സിസ്റ്റത്തിലേക്ക് ഇന്ത്യ നീങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഒന്ന്, റീജിയണൽ പൊളിറ്റിക്സ്, 18ാം നൂറ്റാണ്ടിൽ റീജിയണൽ പൊളിറ്റിക്സ് എന്തൊക്കെയായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂ സ്റ്റേറ്റ്സ്, അതേപോലെ ഇൻഡിപെൻഡന്റ് കിങ്ഡംസ്, അതേപോലെ ഇതിനുണ്ടായിരുന്നുള്ള റീജിയണൽ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതേപോലെ സക്സസർ സ്റ്റേറ്റ്സ്, അതായത് ഈ 3 റീജിയണൽ പൊളിറ്റിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇവർക്ക് ഒരേ സമയം മുഗൾ എംപയറിന്റെ വീക്ക്നെസ് ഉപയോഗിച്ചും കൊണ്ട് ഭരണത്തിലേക്ക് വരാൻ കഴിയായിരുന്നു. പക്ഷെ മുഗൾസ് പോലെ എക്സ്പാൻഡ് ചെയ്തും കൊണ്ട് ഒരു സ്റ്റേബിൾ ആയുള്ള ഭരണം നടപ്പിലാക്കാനുള്ള ടെൻഡൻസി ഇവർക്ക് ആർക്കും ഇല്ലായിരുന്നു. ഇതാണ് ഇവരുടെ മെറിറ്റും ഡിമെറിറ്റും. പിന്നെ ഇവരുടെ പ്രോസ്പെരിറ്റി അക്കോർഡിംഗ് ടു ദ സ്ഥലങ്ങളനുസരിച്ച് മാറിയിട്ടുണ്ടായിരുന്നു. ദെൻ അങ്ങനത്തെ ഒരു സാധനമാണ് ഇത് വരുന്നത്. ഇപ്പൊ ഡീസെൻട്രലൈസേഷൻ ആണ് ഈ ഒരു സമയം നടക്കുന്നത്. ദെൻ ഗീവ് എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയിലാണ്. ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറഞ്ഞ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഞാൻ ഇതിൽ ഇങ്ങോട്ടേക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്, ചോദ്യത്തിന് ഉത്തരം പറയുന്ന രീതിയിൽ പറയാൻ. ഇപ്പൊ ബ്രിട്ടീഷ് കോൺക്വസ്റ്റില് ബംഗാളിലെ ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് എന്ന് പറയുമ്പോൾ 1757 ബാറ്റിൽ ഓഫ് പ്ലാസി മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ ബുക്സറും കൂടി ഒന്ന് പറഞ്ഞു വെക്കണം. അതായത് 1757 സിറാജ് ഉദ്ദൗള എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് നവാബിനെ ബ്രിട്ടീഷുകാർ കീഴടക്കുകയാണ്. മിർ ജാഫർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പടത്തലവനെ ഉപയോഗിച്ചും കൊണ്ട് അവർ ആ ഒരു സ്ഥലം കീഴടക്കുകയാണ്. ദെൻ അതിനുശേഷം വരുന്നത് അവിടേക്ക് അവർ മിർജാഫറിനെ വരുന്നു. ദെൻ മിർജാഫറിനെ എക്സ്പെൽ ചെയ്തുകൊണ്ട് മിർ കാസിം എന്ന് പറഞ്ഞ ആളെ അവിടെ ബ്രിട്ടീഷുകാർ തന്നെ വെക്കുന്നു. ലാസ്റ്റ് ഇയാളായിട്ടും പ്രശ്നം വന്നതിന് ശേഷം ഇവരുടെ ഇതായിട്ട് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹമായിട്ട് പ്രശ്നം വന്നതിന് ശേഷം മിർ കാസിമിനെ അവിടെ നിന്ന് എക്സ്പെൽ ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നു. അങ്ങനെ മിർ കാസിം ബംഗാളിലെയും അവധിലെയും മുഗൾ ഭരണാധികാരികളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് 1764 ബാറ്റിൽ ഓഫ് ബുക്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൽ പരിപൂർണമായിട്ട് പരാജയപ്പെടുന്നു. അങ്ങനെ ബംഗാളിന്റെ സമ്പൂർണമായിട്ടുള്ള ഭരണ അധികാരം ആരിലേക്ക് വരികയാണ്? ബ്രിട്ടീഷുകാരിലേക്ക് വരികയാണ്. അങ്ങനെ ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം കൊണ്ടുവരുന്നു. അതായത് അവിടേക്ക് റവന്യൂ പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർക്കും ബാക്കി ആഭ്യന്തര കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം അവിടുത്തെ ലോക്കൽ നവാബിനും കൊടുക്കുന്നു. ഇതേ സമയം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും അവധിന്റെ കയ്യിൽ നിന്നും ഒക്കെ ആവശ്യത്തിനുള്ള മറ്റ് ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവർ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ദെൻ ആംഗ്ലോ ഫ്രഞ്ച് റൈവൽറി, നമ്മൾ നേരത്തെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആംഗ്ലോ ഫ്രഞ്ച് റൈവൽറി വരുന്നത്. ഇതാണ് കർണാട്ടിക് വാറുകളിലേക്ക് നയിക്കുന്നത്. അങ്ങനെ 2 കർണാട്ടിക് വാറുകൾ ഉണ്ടാകുന്നു. ട്രീറ്റി ഓഫ് പാരീസിൽ വെച്ചുകൊണ്ട് ഏകദേശം ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ഒരു ആധിപത്യം അവസാനിക്കുന്ന രീതിയിലാണ് ഈ ആംഗ്ലോ ഫ്രഞ്ച് റൈവൽറി അവസാനിക്കുന്നത്. സിഖ് സ്റ്റേറ്റ് എന്താണ്? നമ്മൾ പറഞ്ഞു 15ാം നൂറ്റാണ്ടുണ്ടായ ഒരു മതമാണ് സിഖ് മതം. സിഖ് മതം ഗുരു ഗോവിന്ദ് സിംഗിന്റെ കാലഘട്ടം തൊട്ട് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആയിട്ട് മാറാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. പിന്നെ ബന്ദാ ബഹാദൂറിന്റെ മുഗൾ ഔറംഗസീബിന്റെ മകൻ സക്സസർ ആയിട്ടുണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നു. അത് പക്ഷെ 1712 അടിച്ചമർത്തപ്പെടുന്നു. അങ്ങനെ അതിനുശേഷം സിഖ് സ്റ്റേറ്റിന്റെ റിവൈവൽ ആണ് ഈ മിഡ് 18th സെഞ്ചുറിയിൽ സംഭവിക്കുന്നത്. ഈ മുഗൾ ഇതിന്റെ വെച്ച് ഒരു വീക്ക്നെസ് വെച്ചുകൊണ്ട് അവരത് മുതലെടുക്കുന്നു. അവർ പഞ്ചാബിൽ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളാണ് ആയിട്ട് സംഭവിക്കുന്നത്. ദെൻ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറഞ്ഞാൽ അബ്ദാലി ആയിട്ട് മറാത്തകൾ ഉണ്ടാക്കിയ യുദ്ധമാണ്. മറാഠകളും അബ്ദാലിയും തമ്മിലുണ്ടായ യുദ്ധമാണ്. ആ യുദ്ധത്തില് ലാസ്റ്റ് മറാത്തകൾ പരാജയപ്പെടുകയാണ്. മറാത്തകൾക്ക് വിചാരിച്ച ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അബ്ദാലി കോൺക്രീറ്റ് ചെയ്ത് പോയ പഞ്ചാബ് എന്ന് പറഞ്ഞാൽ അവരുടെ ട്രൈബ്യൂട്ടറി ഭരിക്കുന്ന സ്ഥലത്തേക്ക് മറാത്തകൾ ഇൻവേഡ് ചെയ്തപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. ലാസ്റ്റ് അബ്ദാലി വന്ന് മറാത്തകളെ പരാജയപ്പെടുത്തി പോവുകയാണ്. അപ്പൊ അത് മറാത്തകളുടെ എക്സ്പാൻസിസ്റ്റ് പവർ ആയിട്ട് മാറുന്ന അവരുടെ ഒരു വളർച്ചയ്ക്ക് കിട്ടിയ വലിയൊരു അടിയായിരുന്നു. അതിനുശേഷം അവരുടെ ഡിക്ലൈൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അതില് ആ പേഷ്വയുടെ മകൻ മരിക്കുകയും അത് കേട്ടറിഞ്ഞിട്ട് ഒരു ആ ദുഃഖത്തിൽ മരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇത്രയാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു സെക്കൻഡ് പാർട്ട് അത്യാവശ്യം ലെങ്തി ആണ്. അത്രയും കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ്
നമ്മളിത് 2 പാർട്ടാക്കിയത്. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ഒറ്റ പാർട്ടിനായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതൊരു ഓവർവ്യൂ ആണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള പല യുദ്ധങ്ങളും പല കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ടാവും. ഇതിൽ ആ ഒരു ഫാക്ട് എന്താണെന്നുള്ളത് മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതിയാവും. ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ആ ഒരു 18ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു, എക്കണോമിക് കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അത് ഒരു ഓവർവ്യൂ ആണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.